ജസ്റ്റ് ഒന്ന് കീ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. പണ്ട് ഞാൻ വന്നിട്ടുള്ള സമയത്ത് അതായത് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ അടുക്ക് പോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരുപാട് ഈച്ച് ആൻഡ് എവറിത്തിങ് വള്ളി പുള്ളി അടുത്തതായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കായിരുന്നു. പക്ഷെ ഇപ്പം എക്സ്പേർട്ട് മീൻസ് നമ്മുടെ എക്സ്പീരിയൻസ് കൂടി തുടങ്ങിയപ്പം ജസ്റ്റ് ഇങ്ങനെ ലെക്ചർ പോയിന്റ്സ് പോലെ ആ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെക്കും. അത് എങ്ങനെ ഇംപ്രവൈസ് ചെയ്യണം എന്നൊക്കെ ഓണെയറിൽ പോയിട്ട്. ഓണെയർ കണ്ടില്ലല്ലോ അല്ലേ? ഓണെയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മൾ കേറാറായി. അങ്ങനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണല്ലേ റെഡ് എഫ്എം 95 അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് മൈക്കിന് പുറകിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പേര് RJ ബാലു. അപ്പൊ ഏതായാലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ റെഡ് ക്ലോക്കിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നൈസായിട്ട് എനിക്ക് ഇവിടുന്ന് സ്കൂട്ട് ആകാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ഇനി മിഡ് ഡേ മസാലയിൽ ആരുടെ സമയമാണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. പാട്ടെന്ന് പറയുന്ന സമയത്ത് മാവേലി നാട് വാണിടും കാലം. ഓണമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണമായിട്ടില്ല. കാരണം റെഡ് എഫ് എമ്മിൽ സ്ഥിരമായിട്ട് ഈ പാട്ട് പാടുന്ന സമയത്ത് ഇവിടെ ഒരു മാവേലി വരാറുണ്ടല്ലോ. മാവേലി എന്ന് പറയുമ്പോൾ ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമ്മുടെ നക്ഷത്രം, വാൽ നക്ഷത്രം, ലക്ഷ്മി നക്ഷത്ര. ഷോ മാറി, ഇത് മോർണിംഗ് നമ്പർ അല്ലേ? ഞാൻ വരാറായിട്ടില്ലല്ലോ. അല്ലല്ല, ആൾക്കാർ ഞെട്ടിക്കാണ്. കാരണം എന്താ പറയുക, വല്ലപ്പോഴും മാത്രമല്ല ഈ ശബ്ദം ഇവിടെ കിട്ടാറുണ്ട്. ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എത്ര പേരെ കൊന്നു? അങ്ങനെ കൗണ്ടർ റാണി. അപ്പൊ ഏതായാലും നൈസായിട്ട് ഞാൻ ഇവിടുന്ന് സ്കൂട്ടാക്കാൻ പോവുകയാണ്. അതായിരിക്കും എനിക്ക് നല്ലത്.